മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രധാന പക്ഷിസങ്കേതമായ മുണ്ടേരിക്കടവിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരണം, നിലവിലുള്ള പ്രവേശന കവാടത്തിന്റെ നവീകരണം, ലാൻഡ്സ്കേപ്പിംഗ് പ്രവർത്തനങ്ങൾ, മാർഗസൂചിക ബോർഡുകൾ സ്ഥാപിക്കൽ, അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റ് ബ്ലോക്ക്, പക്ഷി നിരീക്ഷണ ഗോപുരം, ബേർഡ് ടെൻ, ടിക്കറ്റ് കൗണ്ടർ, ബണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും അവന്യൂ പ്ലാന്റിംഗ് എന്നിവയാണ് നടപ്പിലാക്കിയത്. ഇക്കോ ടൂറിസം കേന്ദ്ര വികസനത്തിനായി മൊത്തം 73.50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. 29 ലക്ഷം രൂപയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചത്. സർക്കാർ സ്ഥാപനമായ തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേനയാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ കാണപ്പെടുന്ന പ്രദേശമാണ് മുണ്ടേരി. മറ്റിടങ്ങളിലെല്ലാം ഉണ്ടെങ്കിലും മുണ്ടേരിയിലാണ് ഈ പക്ഷിസങ്കേതത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായ ഒരു ആകർഷക കേന്ദ്രം. അതിന് പ്രകൃതിയുമായിട്ട് ആദക്കം പ്രാപിക്കാൻ കഴിയുന്ന ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ളൊരു വൈകാരിക ബന്ധം പക്ഷികളും ഈ പ്രദേശമായിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനിപ്പോ ഞാൻ 77 ലക്ഷം രൂപയുടെ ഭരണാന്യ നിർവഹിച്ച പദ്ധതിയാണ് ഈ ഇക്കോ ടൂറിസം പദ്ധതി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിജു, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. റസീന, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹാരിസ് പടന്നോട്ട്, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം വി.കെ. സനീഷ്, വാർഡംഗം പി.കെ. അബ്ദുൾ സലാം, ചെയർമാൻ സി.പി. മുരളി, എം. പത്മനാഭൻ, കെ. ബാബുരാജ്, മുണ്ടേരി ഗംഗാധരൻ, പി. രാമകൃഷ്ണൻ, പി.സി. അഹമ്മദ് കുട്ടി, കെ.പി. പ്രശാന്ത്, പി.കെ. രാഘവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കരുതലിന്റെ സ്നേഹസ്പർശം. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.